ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നാരങ്ങ കുരൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ 8 പീസായിട്ടാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. അതിലോട്ട് അല്പം ഉപ്പിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 2-3 മണിക്കൂറൊക്കെ ഇരിക്കണ ഏറ്റവും ബെറ്ററാണ്. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസമെങ്കിലും നമ്മൾ ഉപ്പിലിട്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇത് ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് കാണാം. നമ്മൾ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ ഇറങ്ങി വരില്ല. 2-3 ദിവസമൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നാരങ്ങയുടെ മുകളിലായിട്ട് വെള്ളം വരും. അപ്പം നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതെടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നമ്മളൊരു 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ ഇതിലോട്ട് ഉലുവാപ്പൊടിയും അതേപോലെ തന്നെ കടുക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കടുക് പൊടിച്ച പൊടിയാണ്, വറുത്ത് പൊടിച്ചതാണ് ഉലുവയും കടുകും. അപ്പോൾ നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. നമ്മൾ ആദ്യം ഉപ്പ് തിരുമ്മി വെച്ചതാണല്ലോ, അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമ്മൾ ഇതിലോട്ട് ഉലുവയുടെ പൊടിയും അതേപോലെ തന്നെ ഉലുവപ്പൊടി ഇടുമ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി, കയ്പ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കടുകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എപ്പോഴും അച്ചാർ ഇടുമ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യണം ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആദ്യം നമ്മൾ ഉപ്പ് തിരുമ്മിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് എത്രത്തോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രത്തോളം അച്ചാറിന് ടേസ്റ്റ് കൂടിയേ ചെയ്യുള്ളൂ. ഇത് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് നമ്മൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ഇത് വെക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ സമയം കൊണ്ട് ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് അതിൽ സുർക്ക ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇത് നമ്മൾ എല്ലതും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നിടത്തോളം അത്രയ്ക്ക് ടേസ്റ്റ് കൂടുട്ടോ. ഈത്തപ്പഴം സുർക്കയും കൂടി നമ്മൾ സുർക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി, ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഈത്തപ്പഴത്തിന് സോഫ്റ്റ്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഞാൻ എപ്പോൾ അച്ചാറിടുകയാണെങ്കിൽ ഇരുമ്പ് ചട്ടിയിലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഉരുളി ഉണ്ടെങ്കിൽ അതിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ ഇതേപോലെ എണ്ണ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാവുന്നത് വരെ കാത്തു നിൽക്കുക. ചൂടായതിന് ശേഷം അതിലോട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒരു കടുക് ഇട്ട് നോക്കുക, പൊട്ടി വരുന്നുണ്ടോ നോക്കുക. അതിനനുസരിച്ച് നമുക്ക് ബാക്കിയും കൂടി ഒന്നിട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം എത്രയാണ് അച്ചാറിന് ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള കടുക് എടുക്കുക. എന്നിട്ടൊന്ന് കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി അതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കുമ്പോൾ അല്പം ഇട്ട് കൊടുത്താൽ മതി, കൂടുതൽ വേണ്ട. കടുകിൻ്റെ അത്ര തന്നെ ഉലുവ വേണ്ട. ഉലുവ കയ്പ്പ് രസം കൂടുക ചെയ്യുക. അപ്പോൾ നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഇഞ്ചിയാണ് ചെറുതാക്കി അരിഞ്ഞ് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കണം. അത് മുഴുവൻ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊക്കി പൊടിയായിട്ടൊന്ന് അരിഞ്ഞ് കൊടുക്കുക. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം കടുകും ഉലുവൊക്കെ ഒന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വെളുത്തുള്ളി വഴന്ന് വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് പച്ചമുളക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് അധികം ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ 2 പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. ഇവിടെ അങ്ങനെ എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ കറിവേപ്പിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലോട്ട് നമ്മൾ നേരത്തെ വിനാഗിരി ഒഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നല്ലോ ഈത്തപ്പഴം, അത് ഇതിൽ ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എത്രത്തോളം നമ്മൾ ഇളക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഈത്തപ്പഴം ഒന്ന് വഴന്ന് വരുന്ന സമയത്തോട്ട് നമ്മൾ ഒരു ശർക്കരയുടെ അച്ചെടുത്തിട്ട് ഇതിലോട്ടൊന്ന് ജസ്റ്റ് നമ്മൾ തിളപ്പിച്ചിട്ട് അത് ശർക്കര പാനിയാക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അതിനു വേണ്ടി അതൊന്ന് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മസാല തേച്ച നാരങ്ങ ഉണ്ടല്ലോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഈത്തപ്പഴം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നാരങ്ങയും തന്നെ നമ്മൾ ഈ ചട്ടിയിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ മസാലപ്പൊടികളും നമ്മൾ നാരങ്ങയിലിട്ടുകൊണ്ട് ഇതിലിടേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ട് തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ശർക്കരപ്പാനി വറ്റി വരുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. മൂടി വെച്ചിട്ട് അടച്ചിടുകയൊക്കെ ചെയ്യുക, നിങ്ങളിഷ്ടമാണ്. പിന്നെ നമ്മൾ ഇതിലോട്ട് തന്നെയാണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നത്. വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ അതും വെള്ളം ഉണ്ടാവും, പിന്നെ നാരങ്ങയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും ചെയ്യും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുമ്പോഴും അതേപോലെ തന്നെ വിനാഗിരി ഒഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പം ഇതിലോട്ട് വിനാഗിരിയും കൂടിയും ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് വഴന്ന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ചട്ടിയിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കുക. ഇരുമ്പിന്റെ ചട്ടിയിൽ ഒരിക്കലും നമ്മൾ നാരങ്ങ പുളിരസമുള്ള അച്ചാറുകളൊന്നും ഇട്ടിട്ട് കൂടുതൽ ടൈം വെക്കരുത്. അപ്പോൾ നമ്മളെ ചട്ടിയിൽ ഇരുമ്പിന്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ നമ്മളിതൊന്ന് മാറ്റിയിട്ട് മൺചട്ടിയിലോട്ട് ഒഴിച്ച് വെക്കുകയാണ്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുപ്പിയിൽ സൂക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലുള്ള ഞാനിടുന്ന വീഡിയോസിന്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.